ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു ഭദ്രൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ക്ലാസ്സുമായിട്ടാണ്. അതായത് എയർ ബ്രഷ് മേക്കപ്പ് എടുക്കുന്ന ക്ലാസ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഞാനിന്ന് എടുക്കുന്നത് എറണാകുളത്തുള്ള പട്ടൺ ഋഷി സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കലൂരിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രീ ടൈമിലൊക്കെ അവിടെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എയർ ബ്രഷ് മേക്കപ്പാണ്. അതിൻ്റെ ഒരു ഡെമോ സെക്ഷനാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിനിടയിൽ ഞാൻ അവരുടെ അടുത്ത് പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഒറിജിനൽ പ്രോഡക്റ്റ്സ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സ് ചെയ്തെന്ന് അറിയാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. കാര്യം സ്റ്റുഡൻസ് മിക്ക കുട്ടികളും ഫ്രഷേഴ്സാണ്. പിന്നെ ചില കുട്ടികൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഇത് ചെയ്യാൻ ന്യൂ ട്രെൻഡൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് വന്നവരും ഉണ്ട്. പുതുതായിട്ട് ഇതിനകത്ത് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മേക്കപ്പ് വാങ്ങാൻ യൂസ് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷൻ വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഒരു 3000 മുകളിലാണ് ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ സ്മോൾ ട്രാവൽ പാക്ക് അവൈലബിൾ ആണ്. അത് 1800 സംതിങ് എന്തോ ആണ്. ഒരിക്കലും നമുക്കൊരു 500 രൂപയ്ക്കോ 300 രൂപയ്ക്കോ 299 ഒന്നും മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഒന്നും കിട്ടത്തില്ല. ഒറിജിനൽ പ്രോഡക്റ്റ്സ് കിട്ടത്തില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന ഫേക്ക് പ്രോഡക്റ്റ്സ് മിക്ക കുട്ടികളും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മിക്ക കുട്ടികളും നല്ല ബ്രൈഡ്സിന് പോലും അത് യൂസ് ചെയ്യുന്ന പല മേക്കപ്പ് ആർട്ടിസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്തായാലും ഒരു നല്ലൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് അവർ യൂസ് ചെയ്യുന്നത് അവർക്ക് സ്കിന്നിനൊരു പ്രോബ്ലം വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേ ചെയ്യാനും ഇത്ര ടൈമിങ് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങളും വാങ്ങുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കിപ്പോൾ അറിയാൻ വളരെ പ്രയാസമാണ് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന്. എന്നാലും നമുക്ക് ആ പ്രോഡക്റ്റ്സ് കയ്യിൽ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില പ്രോഡക്റ്റ്സ് ഈ ഫേക്ക് പ്രോഡക്ട്സിൻ്റെയൊക്കെ പുറത്ത് ഉള്ള ലെറ്റേഴ്സൊക്കെ മാഞ്ഞു പോകാറുണ്ട്. ഇപ്പം മാക്കിൻ്റെ ഒന്നും ഫൗണ്ടേഷൻ്റെ പുറത്തുള്ള ലെറ്റേഴ്സൊന്നും അങ്ങനെ അധികം മാഞ്ഞു പോകുന്നൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്ന് എയർ ബ്രഷ് മേക്കപ്പാണ് അവർക്ക് ഇന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഫൗണ്ടേഷനെ പറ്റിയിട്ടും ഓരോ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ്, ഇപ്പോൾ ഡ്രൈ സ്കിൻ ഏത് ഫൗണ്ടേഷനാണ്, ഓയിലി ആയിട്ടുള്ള സ്കിൻ ഏതാണ്, നോർമൽ സ്കിൻ ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ സ്റ്റുഡൻസിനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു. ദെൻ അവരുടെ ഏറ്റവും മറ്റൊരു ഡൗട്ടായിരുന്നു, മാം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് ഇളകി വരുന്നുണ്ട്, ചില കുട്ടികൾക്ക് ഇടുമ്പോഴത്തേനും ഇങ്ങനെ ഡ്രൈ പാച്ചസ് പോലെ ഉണ്ട് സ്കിന്നിൽ. അതെല്ലാം നമുക്ക് ക്ലാസ്സിൽ എനിക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസിനെ പറ്റിയിട്ട് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ. അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇന്ന് ഞാൻ ഈ കുട്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത് അനസ്തേഷ്യയുടെ ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ ആയിട്ടുള്ളൊരു കേക്കാണ്. ഐബ്രോയുടെ ഒരു ജെൽ ഐബ്രോ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മാക്കിൻ്റെ ഒരു ഐ ജെല്ലാണ്. മാക്കിൻ്റെ ബ്ലാക്ക് കളർ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് മസ്കാര ഞാൻ കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി ആ കുട്ടിക്ക് ഒരു ലാഷസ് വെച്ചിട്ടുണ്ടായിരുന്നു PACൻ്റെ. ദെൻ ഞാൻ ബ്ലഷും കോണ്ടോറിങ്ങും ഒക്കെ ചെയ്തേക്കുന്നത്. ബ്ലഷ് വന്നിട്ട് ഞാൻ ബെനിഫിറ്റിൻ്റെ ബ്ലഷും കോണ്ടോറിങ് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ആളുടെ ലിപ്സ് കുറച്ച് സ്മോളായിരുന്നു. അത് കാരണം കുറച്ചൊന്ന് പ്ലംബി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടു ഫേസിൻ്റെ ലിപ് ജെൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലംബിങ്ങിന് വേണ്ടിയിട്ട്. അത് ഇട്ടതിന് ശേഷം നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. കുഞ്ഞ് ലിപ്സൊക്കെ ഉള്ളവർക്ക് ലിപ്സ് ഒന്ന് പ്ലംബി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഗ്ലോസ് ആണ്. അത് നമ്മൾ ഇട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ലിപ്സ് വലുതായതുപോലെ തോന്നും. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഞാൻ ഹെയർ സ്റ്റൈലും ഒരു ഓപ്പൺ ഹെയർ ആണ് ചെയ്തത്. ഒരു മുസ്ലിം ബ്രൈഡൽ ലുക്കാണ്. അപ്പോൾ ഇതാണ് ഫുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു ക്യൂട്ട് ബ്രൈഡായിരുന്നു. ദെൻ ഞാനൊരു ഗ്ലോ ലുക്ക് കൊടുത്തിട്ടുണ്ട് ഫേസിൽ. അത് ഞാൻ ഗുച്ചിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫുൾ സെക്ഷൻ. അപ്പോൾ നിങ്ങളൊക്കെ ക്ലാസ്സിന് ബ്രൈഡൽ മേക്കപ്പ് ക്ലാസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ബ്രൈഡൽ ഫൈനൽ ലുക്ക്, ഒരു മുസ്ലിം ബ്രൈഡൽ ലുക്കാണ്. അപ്പോൾ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ സ്റ്റുഡൻസ്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പുതിയ കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി. ഇത്രയും വർഷത്തെ ഒരു ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരെയും ഞാൻ മറന്നു പോകാറുണ്ട്. ബട്ട് മിക്ക കുട്ടികളും എന്നെ ഓർമ്മിപ്പിച്ച് വന്ന് മിണ്ടാറൊക്കെ ഉണ്ട് കാണുന്ന സമയത്ത് പുറത്തൊക്കെ. എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും
എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൻ്റെ ഡെമോസ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.